ഹായ് എവരി വൺ. തലശ്ശേരി ബിരിയാണി, പാലക്കാടൻ റാവുത്തർ ബിരിയാണി, മലബാർ ബിരിയാണി, ഇതൊക്കെ നമ്മൾ മലയാളികൾക്ക് പൊതുവേ സജീവമായിട്ടുള്ള ബിരിയാണികളാണല്ലേ. ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യത്യസ്തമായ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഹരിയാലി ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ, അഥവാ ഗ്രീൻ ചിക്കൻ ബിരിയാണി. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 8-10 ഗ്രാമ്പു, ജാതിപത്രി, ഒരു തക്കോല, 3 കഷ്ണം പട്ട, ഒരു ചെറിയ ടീസ്പൂൺ പെരുംജീരകം, 8-10 ഏലക്ക പൊട്ടിച്ചത്, 3 ബേ ലീഫ്, റേസിൻസ്, കാഷ്യൂനട്ട്, ഒരു ചെറിയ പിടി ഇഞ്ചി, ഒരു ചെറിയ പിടി വെളുത്തുള്ളി, ഈസ്റ്റേൺ ബിരിയാണി മസാല, ഒരു വലിയ പിടി പുതിനയില, മല്ലിയില, 14 എരിവുള്ള പച്ചമുളക്, ചെറിയ പിടി കറിവേപ്പില, 2 ചെറുനാരങ്ങയുടെ നീരെടുത്തത്, 1 കപ്പ് തൈര്, 4 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 8 സവാള നൈസായിട്ട് അരിഞ്ഞത്, വൈറ്റ് ലോങ് ഗ്രെയിൻ റൈസ്. ഇനി നമുക്ക് ഹരിയാലി ചിക്കൻ ബിരിയാണിയുടെ ഹൈലൈറ്റ് ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കാം. അതിനാദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മുടെ ഗ്രീൻ ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും, 2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും, ഒരു 6 ടീസ്പൂണോളം തൈര് കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കനിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ ഗ്രീൻ പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ച് ഒരു വലിയ പീസ് ബട്ടർ ഇട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റായി വന്ന ബട്ടറിലേക്ക് ഒരു 8 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതേ ഓയിലിൽ തന്നെ റേസിൻസും റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള കൂടി വറുത്തുകോരി മാറ്റി വെക്കാം. അതേ ഓയിലിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റ് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരമുറി നാരങ്ങാനീരും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 50 ഗ്രാം ഈസ്റ്റേൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഗ്രേവി നല്ല സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള ഒരു 1/4 ഭാഗം സവാളയും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനും ഗ്രേവിയും എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന പരുവത്തിൽ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് വൈറ്റ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് സെല്ല റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
2 വിസിൽ അടുപ്പിച്ച ശേഷം അപ്പം തന്നെ കുക്കറിൻ്റെ പ്രഷർ നമ്മൾ കളഞ്ഞെടുത്ത് കുക്കർ ഓപ്പൺ ചെയ്യണം. ഇനി നമ്മുടെ റൈസ് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഒന്നും തൊടാതെ പാകത്തിന് നമ്മുടെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂട് തട്ടിയുള്ള ഒരു പാത്രമാണ്. ഞാനിവിടെ ക്ലേ പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ കറി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ച റൈസും ഒരു ലെയർ ഇട്ട് കൊടുക്കാം. റൈസ് ലെയർ ചെയ്തതിന് ശേഷം ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂനട്ടും റൈസിൻസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ദം ചെയ്തെടുക്കാം. നല്ലതുപോലെ ആവിയും മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഹരിയാലി ചിക്കൻ ബിരിയാണി അഥവാ ഗ്രീൻ ചിക്കൻ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട്. എപ്പോഴും ഒരേപോലത്തെ ബിരിയാണികൾ തന്നെ ട്രൈ ചെയ്ത കുറച്ച് വ്യത്യസ്തങ്ങളായതുപോലെ നോർത്ത് ഇന്ത്യൻ ബിരിയാണി നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ? എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കേട്ടോ.